ഇമാമുന അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഫിഖ്ഹിന്റെ ആലിമ. ബഹുമാനപ്പെട്ടവർ പറയുമായിരുന്നു, അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാഠമുണ്ടായിരുന്ന സാഹിബുൽ മുസ്നദ്, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ മുസ്നദ് എന്ന് പറഞ്ഞ ലക്ഷക്കണക്കിന് റിവായത്തുകളിലൂടെ ആയിരക്കണക്കിന് ഹദീസുകൾ നിരത്തിവെച്ച മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. ബഹുമാനപ്പെട്ടവർ വലിയ ആലിമാണ്, മുത്തഖിയാണ്, തഖിയ്യുൻ വരിഉൻ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച മഹാനാണ്. എന്നിട്ട് ഫഖീഹായ ആലിമായ മുജ്തഹിദായ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു, വഅ്തിറാഫുൽ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ ലിഅബി ഹംസ ബഹുമാനപ്പെട്ടവർ പറയും, എനിക്ക് കിട്ടിയ തർബിയത്ത്, ഞാൻ നന്നാവാൻ കാരണം ഞാൻ പഠിച്ച ഹദീസുകൾ മാത്രമല്ല, എന്റെ ശൈഖ് അബൂ ഹംസത്തുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൽ നിന്ന് പകർന്നു കിട്ടിയ നൂറ് കൊണ്ടാണ്, വെളിച്ചം കൊണ്ടാണ് എന്റെ മാർഗം ശരിയായതെന്ന് മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാമുന അഹ്മദ് ഇബ്നു സരീജ് റഹ്മഹുല്ലാഹ് ബഹുമാനപ്പെട്ടവർ ഫഖീഹാണ്, ഇമാമാണ്, വലിയ ആലിമാണ്. ബഹുമാനപ്പെട്ടവർ പറയും, എന്റെ ഇൽമു കൊണ്ടല്ല, എനിക്ക് അല്ലാഹു തആല തർബിയത്ത് തന്നത് അബുൽ ഖാസിം അൽ ജുനൈദ്, മഹാനായ ജുനൈദ് അൽ ബഗ്ദാദി തങ്ങളിലൂടെയാണ്. ഇമാമുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി റഗ്മ കൗനിഹി ഹുജ്ജത്തൻ ലിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ തെളിവാണ്, ഇസ്ലാമിന്റെ ഹുജ്ജയാണ് എന്ന് പറഞ്ഞ മഹാനായ അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവർക്ക് ശൈഖ് ഉണ്ടായിട്ടുണ്ട്. മഹാനായ ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം റഹ്മഹുല്ലാഹ് സുൽത്താനുൽ ഉലമ എന്നറിയപ്പെട്ട ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം റഹ്മത്തുള്ളാഹി സുൽത്താനുൽ ഉലമ, ആലിമീങ്ങളുടെ രാജാവ് എന്നറിയപ്പെട്ട മഹാനാണ് ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം. എന്നിട്ട് ആ മഹാനവറുകൾക്ക് മുറബ്ബിയായ ഒരു ശൈഖ് ഉണ്ടായിരുന്നെന്ന് മഹാനായ ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം തങ്ങൾ ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും വലിയ അത്ഭുതം ഇമാമുന ഗസാലി തങ്ങളും മഹാനായ ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം തങ്ങളും രണ്ടുപേരും മുമ്പ് പറയുമായിരുന്നു, മാ അറഫ്തുൽ ഇസ്ലാമൽ കാമില ഇല്ലാ ബഅദ ഇജ്തിമാഇ അല ശൈഖ് അബുൽ ഹസൻ അശ്ശാദുലി. ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം തങ്ങൾ അവരാണ്, ഗസാലി ഇമാമല്ല. ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം തങ്ങൾ പറയുന്നു, മാ അറഫ്തുൽ ഇസ്ലാമൽ കാമിൽ, പരിപൂർണമായ ഇസ്ലാം എനിക്ക് മനസ്സിലായത് ഇല്ലാ ബഅദ ഇജ്തിമാഇ അല ശൈഖ് അബുൽ ഹസൻ അശ്ശാദുലി റളിയല്ലാഹു അൻഹു വഅർളാഹു. മഹാനായ അബുൽ ഹസൻ അശ്ശാദുലി റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യനായി ഞാൻ കൂടിയതിന്റെ ശേഷമാണ് ഇസ്ലാം പരിപൂർണമായി എനിക്ക് മനസ്സിലായതെന്ന് ആര്? സുൽത്താനുൽ ഉലമ. ഇന്ന് പേരുന്ന പോലെയല്ല ആ പേരുകൾ. വലിയ വലിയ ആലിമീങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് സുൽത്താനുൽ ഉലമ, ആലിമീങ്ങളുടെ രാജാവെന്ന നാമകരണം ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം കിട്ടണമെങ്കിൽ മഹാനവരുടെ ഫിഖ്ഹിലും തഫ്സീറിലും ഹദീസിലും ഉലൂമുദ്ദീനിലുമുള്ള ബഹുമാനപ്പെട്ടവരുടെ അവഗാഹം അത് ആഴത്തിലറിയുന്ന ആലിമീങ്ങൾ ഇട്ട പേരാണ് സുൽത്താനുൽ ഉലമ. ആ മഹാനവറുകൾ ഫിഖ്ഹിന്റെ മാർഗത്തിൽ കഴിഞ്ഞ ആളാണ്. എന്നിട്ട് മഹാനോട് പറയാണ്, എനിക്ക് അല്ലാഹു തആല ഇസ്ലാം മനസ്സിലാക്കി തന്നത് ത്വരീഖത്തിന്റെ ആളായിരുന്ന ശൈഖായിരുന്ന മുറബ്ബിയായിരുന്ന മഹാനായ അബുൽ ഹസൻ അശ്ശാദുലി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ കൂടെ കൂടിയപ്പോഴാണ് എനിക്ക് ഇസ്ലാം പരിപൂർണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് മഹാനായ ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം തങ്ങൾ പറയുകയാണ്. മാത്രമല്ല, കാന ഹാദാനി ശൈഖാൻ وقد احتاج الى الشيخ مع سعة علمهما بالشريعه، شريعه العلم، فقه العلم، علم الفرائض، علم الفروض والسنن. ഇതൊക്കെ മനസ്സിലാക്കി ഫിഖ്ഹിന്റെ പണ്ഡിതന്മാരായിട്ട് കൂടി മുറബ്ബിയായ ഒരു ശൈഖ് ഇല്ലാത്തവർക്ക് ദീനിന്റെ കാര്യങ്ങളിൽ പൂർണ്ണമായി ഇടപെടാൻ കഴിഞ്ഞില്ല എന്നവരെ സമ്മതിക്കുന്നത് സാധാരണക്കാരായ ആളുകൾ മഹത്തുക്കളുടെ കൈപിടിച്ച് രക്ഷപ്പെടേണ്ടവരാണ്. ഒരു മുറബ്ബിയായ ഒരു ഡോക്ടർ തനിക്ക് ആവശ്യമുള്ള പോലെ ഈ വിഷയത്തിൽ സാധാരണക്കാർക്കും ആവശ്യമല്ലയോ? വലിയ വലിയ ആലിമീങ്ങൾക്ക് ഇത് ആവശ്യമായി വന്നിട്ടുണ്ടെങ്കിൽ എന്ന് പറയാം. ഇമാമുന അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി